നമസ്കാരം. രാവിലെ മുതൽ ഭബബ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുകയാണ്. പലർക്കും സിനിമ വർക്കായി, പലർക്കും സിനിമ വർക്കായില്ല. അങ്ങനെ രണ്ട് തട്ടിലായിട്ട് നിൽക്കുകയാണ്. വളരെ എക്സെൻട്രിക് ആയിട്ടൊരു സിനിമ, ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നു, ദിലീപിൻ്റെ കംബാക്ക് എന്ന് മറുവിഭാഗം ആളുകൾ പറയുന്നു. പക്ഷേ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ റിവ്യൂ ഒന്നുമല്ല, നമ്മൾ നേരെ ഡയറക്റ്റ്ലി നമ്മൾ ഇതിൻ്റെ കണക്കുകൾ സംസാരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ വലിയ ഹൈപ്പിൽ വന്നൊരു സിനിമ, ആ സിനിമ തിയേറ്ററുകളിലേക്ക് ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മുന്നിലുള്ള ഒരുപാട് കണക്കുകൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. പല സിനിമകളും ഹൈപ്പിൽ വന്നതിന് ശേഷം, തിയേറ്ററിൽ വന്നതിന് ശേഷം നീതി പുലർത്താതെ പോയ സിനിമകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ലെറ്റ്സ് ബി ഫാക്ച്വൽ, നമുക്ക് വളരെ കാര്യസഹിതം നമുക്ക് സംസാരിക്കാം. ടിക്കറ്റ് കിട്ടാനില്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ടിക്കറ്റ് കിട്ടാനില്ല. നമ്മളത് ഫാക്ച്വൽ ആണ്. നമ്മളതിന് വളരെ ഇതിനകത്ത് ഒരു തരത്തിലും വെള്ളം ചേർത്തിട്ട് പറയുന്നതല്ല. ഇന്നത്തെ ദിവസത്തിലെ പ്രധാനപ്പെട്ട സെൻറ്ററുകളിലൊക്കെ തന്നെ, ഇപ്പോൾ തിരുവനന്തപുരം ആയാലും, കൊച്ചി ആയാലും, കോഴിക്കോടായാലും, തൃശ്ശൂരായാലും, ഇതുപോലുള്ള പല ജില്ലകളിൽ എടുത്തു നോക്കിയാൽ പോലും ടിക്കറ്റ്സ് കിട്ടാനില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രാവിലെ ഉണ്ടാക്കിയ ഇത്രയധികം വലിയ ഓളമാണ്. ഫാൻസിൻ്റെ ഭാഗത്തു നിന്നും വലിയ അഭിപ്രായം ഈ സിനിമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ ഒരു തരംഗം ഇങ്ങനെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ഫാൻ ഷോ ആണ്. പിന്നീട് അതിനുശേഷം 11:30 ഷോ ഉണ്ടായിരുന്നു, 11 മണിക്ക് ചിലയിടത്ത് ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ ആ ഓളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയി. ഇന്നത്തെ ദിവസം രാത്രി ഒക്കെ തന്നെ ഇതിൻ്റെ ഷോ ഫുൾ ആവുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, പലയിടത്തും എക്സ്ട്രാ ഷോസ് അവർ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഷോ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പലയിടത്തായിട്ടും എക്സ്ട്രാ ഷോസും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പല സ്ക്രീനുകളും ബബ്ബയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്ന പാട്ട് യൂട്യൂബിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ഓടിച്ച് കല്ലെറിഞ്ഞ പാട്ടാണ്. ഷാൻ റഹ്മാൻ സംഗീതം ചെയ്ത് വിനായക് ശശികുമാർ എഴുതിയ പാട്ട്. നിങ്ങൾ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം. തെറിവിളി ഇല്ലെന്നേ ഉള്ളൂ, ഭയങ്കര മോശം അഭിപ്രായമാണ് ഈ പാട്ടിന് താഴെ വന്നത്. ഇനി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ പാട്ട് കാണണം. തിയേറ്ററിൽ ഇത് വേറെ ലെവലിലായിട്ടാണ് ഈ പാട്ട് വന്നിരിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളുടെ അഭിപ്രായം. അതിൻ്റെ റീലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലവും കൂടി എടുത്ത് നോക്കുമ്പോഴേക്കും ഈ പാട്ട് തിയേറ്ററിലും വർക്കായി. അപ്പം തിയേറ്ററിൽ കുറച്ചുകൂടെ ആളുകൾ വരുന്നുണ്ട്. ഈ ഒരു സാധ്യതയും കൂടി ഉണ്ട്, ഈ ഒരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ സിനിമയ്ക്ക് കുറച്ചുകൂടെ ഹൈപ്പ് കയറുന്നത്, ഈ സിനിമയ്ക്ക് കുറച്ചുകൂടെ രംഗത്തിലോട്ട് പോകുന്നത്. ആൻഡ് മോഹൻലാൽ ആ 20 മിനിറ്റ് ഈ പടത്തിലുള്ളത് കൊളുത്തി കത്തിച്ചിട്ട് പോയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം കൂടി സമൂഹ മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് പറയുമ്പോഴാണ് ടിക്കറ്റ് ബുക്കിംഗ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വേണം നമ്മൾ സൂചിപ്പിക്കാൻ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഒരിടത്തും ടിക്കറ്റ് കിട്ടാനില്ല. കിട്ടുന്നെങ്കിൽ തന്നെ ഫ്രണ്ട് റോയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ ആ രീതിയിലേക്കാണ് ഇതിൻ്റെ ബുക്കിങ്സ് പോകുന്നത്. നാളെ ശനിയാഴ്ചയിലൊക്കെ തന്നെ ഇതിൻ്റെ പല സെൻറ്റേഴ്സിലും ഏകദേശം ഹൗസ്ഫുൾ ആവുന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. കുറച്ചുകൂടെ റിപ്പോർട്ട്സ് എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരത്തോടു കൂടി ഈ ഫാമിലി ഓഡിയൻസും കൂടെ കയറുന്നിടത്ത് വളരെ നിർണായകമായി മാറും. ഫാമിലി ഓഡിയൻസ് കയറുമ്പോഴേക്കും എന്താണ് ഇതിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ നൈറ്റ് ഷോസും ഈവനിങ് ഷോസും ഒക്കെ കയറുന്ന ഫാമിലി ഓഡിയൻസിൻ്റെ അഭിപ്രായം അനുസരിച്ചിരിക്കും നാളെയും മറ്റന്നാളും ഒക്കെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ബുക്കിംഗ് എന്നൊക്കെ അറിയാം. ഇനിയിപ്പോൾ വെള്ളി, ശനി, ഞായറൊക്കെ ഈ സിനിമയ്ക്ക് ബാക്കിയുണ്ട്. ഇതിന് വേറെ ക്ലാഷ് റിലീസൊന്നും വരുന്നതുമില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം കൂടി ഉണ്ട്. 5-ാം തീയതി റിലീസ് ചെയ്ത കളങ്കാവലും 5-ാം തീയതി റിലീസ് ചെയ്ത ദുരന്തറും ഒക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. 12-ാം തീയതി റിലീസ് ചെയ്ത അഖണ്ഡ കേരളത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ലാത്തതുകൊണ്ട് ഈ 2 സിനിമകൾ മാത്രമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ മറ്റൊരു സിനിമ ഈ ബബ്ബയ്ക്ക് അങ്ങനെ വട്ടം വയ്ക്കാനായിട്ട് നിലവിൽ ഒന്നുമില്ല. വരാൻ പോകുന്നത് 25-ാം തീയതി റിലീസാകാൻ പോകുന്നത് സർവ്വമായ എന്ന സിനിമയാണ്. എന്നാൽ പോലും ഒരാഴ്ചയുണ്ട്. ആ ഒരാഴ്ച കൃത്യമായി ട്രാക്ക് പിടിച്ച് കൃത്യമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ബബ്ബയ്ക്ക് നല്ലൊരു ഇനീഷ്യൽ കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല രീതിക്ക് തന്നെ ആ സിനിമയ്ക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യതയും ഉണ്ടാകാം. അത് ബോക്സ് ഓഫീസിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതും കൂടി ഈ അവസരത്തിൽ പറയട്ടെ. എന്തായാലും ഇതിൻ്റെ റിവ്യൂ സംബന്ധമായിട്ടുള്ള ഒരു വാക്കുകളോ കാര്യങ്ങളോ പറയുന്നില്ല. അത് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതേ ഇല്ല. പക്ഷേ ആകെ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ബുക്കിങ്സിൻ്റെ കാര്യങ്ങളാണ്. നല്ല രീതിയിൽ ഈ ബുക്കിംഗ് തുടങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഈ ഉച്ചയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ് നിൽക്കുകയാണ്. ലാസ്റ്റ് 1 മണിക്കൂറിൽ ഏകദേശം 14,390 ടിക്കറ്റാണ് ലാസ്റ്റ് 1 അവറിൽ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ നമുക്ക് മനസ്സിലാവും ഈ സിനിമയോടുള്ള ട്രെൻഡിങ് പാറ്റേൺ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഈ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ ഏകദേശം 18,000-ഓളം ടിക്കറ്റുകളാണ് ആദ്യത്തെ മണിക്കൂറിൽ ബുക്ക് ചെയ്യപ്പെട്ടത്. ആ ട്രെൻഡ് പിന്നീട് കുറഞ്ഞു. പിന്നീട് ഈ റിലീസിന് മുന്നേ വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം പിന്നെ 10,000-ആയി, പിന്നീട് 5,000-ആയി, 4,000-ആയി, 3,000 വരെയൊക്കെ എത്തി. അതിനുശേഷം ഈ ആദ്യ റെസ്പോൺസിന് ശേഷം വീണ്ടും ഒരു റോക്കറ്റ് പോലെ ഇതിങ്ങനെ കയറുകയും 8,000, 10,000, 13,000, 14,000 വരെ ഇപ്പോൾ നിലവിൽ എത്തി നിൽക്കുകയാണ്. ഏകദേശം ക്ലോസ് ടു 15,000 ടിക്കറ്റ്സ് പെർ അവർ എന്നുള്ള രീതിയിലേക്ക് നിലവിൽ നല്ലൊരു സ്ട്രോങ് സ്റ്റാർട്ട് തന്നെയാണ് ബബ്ബയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ കളക്ഷൻ വൈസ് നല്ലോണം പിടിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും നല്ലോണം പണം പൊട്ടിച്ചിട്ടുണ്ട് അവർ. നല്ല പൈസയ്ക്ക് എടുത്തു വെച്ചേക്കുന്ന പടമാണ്. ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലോണം ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ഗോകുലം ഗോപാലൻ തന്നെ ഇതിനകത്തൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ആ വേഷം കൊള്ളാം, നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗോകുലം മൂവീസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല
നല്ല റിട്ടേൺ കിട്ടാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഇതാണ് പോക്കുന്നെങ്കിൽ. ട്രെൻഡ് ഇതാണെങ്കിൽ തീർച്ചയായും ഒരു ട്രെൻഡ് അനുകൂലമാവുന്ന ഒരു കാറ്റ് വീശാൻ സാധ്യതയുണ്ട്, പ്രൊഡക്ഷൻ കമ്പനിക്ക് അനുകൂലമായി വീശാൻ സാധ്യതയുണ്ട്. ആൻഡ് ഹ്യൂജ് കൺഗ്രാറ്റ്സ് ടു ദി ടെക്നിക്കൽ ടീം. പ്രത്യേകിച്ച് പലരും പുതുമുഖങ്ങളാണ്, ഡയറക്ടർ പുതുമുഖമാണ്, റൈറ്റേഴ്സ് ഇപ്പോൾ ഫാഹിമും നൂറിനും ഒക്കെ സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളുകളല്ലെങ്കിൽ പോലും മറ്റുള്ളവർ കമ്പയർ ചെയ്യുമ്പോഴേക്കും പുതുമുഖങ്ങൾ തന്നെയാണ്. ധനഞ്ജയ് ശങ്കറിൻ്റെ ആദ്യത്തെ സിനിമയാണ്, DOP ആർമോൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അങ്ങനെ വളരെ ഫ്രഷ് ഫേസസ്, ആ ഒരു ഫ്രഷ്നെസ് ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായമായിട്ട് നിൽക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് സിനിമ ഒട്ടും വർക്കാവാത്ത ആളുകളുണ്ട്, അവർക്ക് തീരെ ഈ സിനിമ വർക്കായിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന രീതിയിലേക്ക് ഈ സിനിമ മാറുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഭയങ്കര അലമ്പാവുന്നു എന്നുള്ള രീതിയിൽ റിവ്യൂസ് നമ്മളോട് തന്നെ തിയേറ്റർ റെസ്പോൺസിന് എടുക്കാൻ പോയപ്പോഴേക്കും ആളുകൾ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ മിക്സഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു അപ്പർ ഹാൻഡ് ഈ പോസിറ്റിവിറ്റിയിലും കൂടി ഉണ്ട്, അതാണ് ടിക്കറ്റിൻ്റെ ബുക്കിങ്ങിൽ കാണിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. സോ ഇതാണ് നിലവിൽ പോകുന്ന ട്രെൻഡ്. ആ പോക്ക് എങ്ങോട്ടാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രയായിരിക്കും എന്നുള്ളത്. കാരണം ബുക്കിംഗ് തുടങ്ങി 24 മണിക്കൂറായപ്പോഴേക്കും ഏകദേശം 1,17,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി റിലീസ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ എത്ര കളക്ഷൻ നേടും, അതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ദിലീപിൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ റെക്കോർഡ് തന്നെയാണ് ഈ സിനിമ സൃഷ്ടിക്കാൻ പോകുന്നത്, അതായത് തർക്കമൊന്നുമില്ല. കാരണം ഇത്രയും വലിയൊരു ഇനീഷ്യൽ ദിലീപിൻ്റെ സിനിമാ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഭ അഥവാ ഭയം ഭക്തി ബഹുമാനം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.